അങ്ങനെ UDF മന്ത്രിസഭ വകുപ്പുകൾ ഏകദേശമൊക്കെ തീരുമാനമായി. വി.ഡി. സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ ഏൽക്കാൻ 10 ദിവസം താമസിച്ചെങ്കിലും വൈകി വന്നത് വഴിക്ക് തന്നെ വന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതിൽ വളരെ സന്തോഷം. ഇനിയുള്ള തുടർന്നുള്ള അവർക്ക് അധികാരം കിട്ടുന്ന 5 വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിൽ ഭരിക്കാൻ വകുപ്പുകൾ കൈ കിട്ടിയ ഓരോ മന്ത്രിമാരും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം ഗംഭീരമായിരുന്നല്ലോ. തുടക്കം പഴയ വാഹനങ്ങൾ തന്നെ, പിണറായി സർക്കാരിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ തന്നെ ഉപയോഗിക്കാമെന്നും പുതിയ വാഹനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട, അതായത് പുതിയതിനിപ്പോൾ അതിന്റെ പേരിൽ കോടികൾ ചെലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല തീരുമാനമെടുത്തത്. തുടക്കം ഗംഭീരം. അതുപോലെ വകുപ്പുകളിൽ തമ്മിൽ നിലവിലില്ല എന്നാണ് മനസ്സിലാകുന്നത്. വയനാടിന്റെ കാര്യത്തിൽ മാത്രമാണ് വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാത്തത്. ചർച്ചകൾ തുടരുന്നതായിട്ടാണ് അറിയുന്നത്. ഏതായാലും കേരളത്തിൽ അധികാരമേൽക്കാൻ പോകുന്ന UDF മന്ത്രിസഭയിലെ മന്ത്രിമാരെയും അവർക്ക് ലഭിക്കുന്ന വകുപ്പുകളെയും കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. വയനാട്ടിൽ നിന്നുള്ള മന്ത്രിസ്ഥാനം അവിടെ നിൽക്കട്ടെ, തർക്കമാണ്. കുറച്ച് എവിടെയും തർക്കമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും തർക്കം ഉണ്ടായിരുന്നല്ലോ. ഏതായാലും അതിനുശേഷം അവർ തർക്കമൊക്കെ മാറി. ഏതായാലും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉടൻ തന്നെ ഗവർണറെ കാണാൻ രാജ്ഭവനിലേക്ക് പുറപ്പെടും, ഇന്ന് തന്നെ പുറപ്പെടും എന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന് മുഖ്യമന്ത്രി പദവിക്ക് പുറമെ ധനകാര്യം, തുറമുഖം, നികുതി, ലോട്ടറി, പൊതുഭരണം, PRD, ഓൾ ഇന്ത്യ സർവീസസ് തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പും വിജിലൻസും ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ വ്യക്തിപരമായ അനുഭവത്തിൽ ആളൊരു നല്ലൊരു വ്യക്തിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ. കാരണം പാലേക്കര ടോൾ പ്ലാസയിൽ 2016 DYSP KK രവീന്ദ്രൻ എന്ന ഒരു വ്യക്തി, ഒരു പോലീസുകാരൻ, ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു കൊലക്കേസിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടി പാലേക്കര ടോൾ പ്ലാസയുടെ സമാന്തര റോഡുണ്ട്, ആ റോഡിലേക്കൂടെ പ്രതി പോയപ്പോൾ അത് പിടിക്കാൻ പോയ സമയത്ത് ഹരിറാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വിലങ്ങനെ വരികയും പ്രതി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ DYSP എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. തെറിവാക്കൊന്നും പറഞ്ഞില്ല. സ്വാഭാവികമായിട്ടും ഒരു പോലീസുകാരൻ ചൂടാവുമല്ലോ. വരാൻ പാടില്ല, നിരോധിച്ച ഭാഗത്തൂടെ കയറി വന്നിട്ട് പ്രതിയെ രക്ഷപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ട് പിടിക്കാൻ നോക്കിയതാണ്. പക്ഷെ അത് വലിയ വിവാദമാക്കി ആ പോലീസുകാരനെ പ്രതിയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ മോശമൊന്നുമല്ലല്ലോ, സോഷ്യൽ മീഡിയയും അതുപോലെ മറ്റ് ചാനലുകളും എല്ലാം കളിച്ചപ്പോ 24 മണിക്കൂറിനുള്ളിൽ DYSP കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവ് ഇടുകയുണ്ടായി. ആ കേസിൽ ഞാൻ ഇടപെടുകയും DYSP ആണ് ശരി, DYSPയുടെ കേസും മറ്റു കാര്യങ്ങളും എല്ലാം RTI പ്രകാരം എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ കടലാസുകൾ 2 ദിവസം കൊണ്ട് തന്നെ കടലാസുകൾ കിട്ടി. പിന്നെ DYSP ആണ് അവിടെ ന്യായം എന്ന് രമേശ് ചെന്നിത്തലയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഈ പത്രങ്ങളും ഈ ചാനലുകളും സോഷ്യൽ മീഡിയയും മുഴുവൻ എതിര് നിന്നപ്പോഴും സത്യത്തിനൊപ്പം നിന്ന ഒരു മന്ത്രിയാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പും വിജിലൻസും രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചാൽ അദ്ദേഹം അന്ന് കാണിച്ചിട്ടുള്ള ആ സത്യസന്ധമായ ഒരു നിലപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു കേരളത്തെ, നമുക്ക് കുറ്റകൃത്യമില്ലാത്ത ഒരു കേരളത്തെ ഒരുപക്ഷെ നമുക്ക് ലഭിക്കും. പോലീസുകാരായി തന്നെ പണിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പിന്നെ KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പിന്റെ ചുമതലയാണ് നൽകുക എന്നാണ് ഇപ്പൊ അറിയുന്ന ഒരു വിവരം. K മുരളീധരന് ആരോഗ്യം, അതുപോലെ ദേവസ്വം, ഈ 2 വകുപ്പുകളെ കുറിച്ചായിരുന്നു അദ്ദേഹം വളരെ ശക്തിയുക്തം വിമർശിച്ചിരുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ വകുപ്പ് അറിയാമല്ലോ ഏത് വിധത്തിലാണ് പോയിരുന്നത് എന്ന്. പിന്നെ ദേവസ്വം, അതിന്റെ കഥയൊട്ട് പറയാൻ വേണ്ട. പിണറായി സർക്കാരിന്റെ തന്നെ അന്ത്യം കുറിച്ചത് ദേവസ്വം വകുപ്പിന്റെ അനാസ്ഥയുടെ കെടുകാര്യസ്ഥയുടെ ഫലമാണ് എന്ന് പറയാം. ഈ 2 വകുപ്പുകളും K മുരളീധരന്റെ കൊട്ടയിലേക്കാണ് എത്തിയിരിക്കുന്നത്. പിന്നെയുള്ളത് AP അനിൽകുമാറാണ്. അനിൽകുമാറിന് ടൂറിസം വകുപ്പ് കൊടുക്കും എന്നാണ് ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. ടൂറിസം മേഖല കൈകാര്യം ചെയ്യാൻ AP അനിൽകുമാർ മിടുക്കനാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മുടെ കേരളത്തിന്റെ സാധ്യതകൾ, വി.ഡി. സതീശൻ ഇതിനു മുമ്പ് ചില സമിറ്റുകളിലും ചില പ്രോഗ്രാമുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ കടലോര മേഖലയെ വികസിപ്പിച്ചു കഴിഞ്ഞാൽ, ഗതാഗത വകുപ്പും ടൂറിസം വകുപ്പും കൂടെ ഒന്ന് ഒരുമിച്ച് കഴിഞ്ഞാൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ UDFന് ഭരണം ലഭിച്ച സാഹചര്യത്തിൽ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും, പ്രതീക്ഷിക്കാമെന്നൊക്കെ കരുതാം. M. ലിജുവിന് എക്സൈസ്, സഹകരണ വകുപ്പുകളാണ് കിട്ടാൻ സാധ്യത എന്നാണ് ഇതുവരെയുള്ള വിവരം. പിന്നെ PC വിഷ്ണുനാഥിന് വൈദ്യുതി വകുപ്പിന്റെ ചുമതല കൊടുക്കും എന്നാണ് അറിയുന്നത്. നേരത്തെ UDF സർക്കാർ വലിയൊരു കരാർ കൊണ്ടുവന്നിരുന്നു. വൈദ്യുതി ഏതാണ്ട് 4 പോയിന്റ് സംതിങ് ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന
10-25 വർഷത്തെ ഒരു കരാർ. ആ കരാർ റദ്ദാക്കിയിട്ട് കൊള്ള പൈസയ്ക്ക് വാങ്ങി അഴിമതി നടത്തിയത് കൊണ്ടാണ് നമ്മുടെ കറണ്ട് ബില്ല് ഇത്രയധികം കൂടിയത്. ഇനി ഒരു പക്ഷേ ജനങ്ങളുടെ മേൽ വന്നിട്ടുള്ള ബാധ്യത ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നറിയില്ല. ഏതായാലും വളരെ ഉപകാരപ്രദമായ രീതിയിൽ KSEBയെ കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നു. ഒരു കമ്പനിയാണ്, KSEB ലിമിറ്റഡ് ആണ്. ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എങ്കിലും അത്തരത്തിലൊരു വകുപ്പുള്ളത് കൊണ്ട് KSEBയെ നേരെ ചൊവ്വേ തന്നെ കൊണ്ടുപോകാമെന്ന് കരുതുന്നു. വി ഡി സതീശൻ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിയായിട്ടുള്ള ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പ് കൊടുക്കുമെന്നാണ് നിലവിൽ അറിയുന്നത്. കൈകാര്യം ചെയ്യുമെന്ന് കരുതാം. സാമൂഹ്യനീതി വകുപ്പ് ബിന്ദു കൃഷ്ണയ്ക്ക് ഒരുപക്ഷെ കൊടുത്തേക്കുമെന്നും പറയുന്നുണ്ട്. ഏതായാലും CP ജോണ് ഗതാഗത വകുപ്പിന്റെ ചുമതല വഹിക്കുമെന്ന് പറയുന്നുണ്ട്. KB ഗണേഷ്കുമാറിന് പകരമായി ഇനി ഗതാഗത വകുപ്പിന്റെ ചുമതല CP ജോണിനായിരിക്കും എന്ന് പറയുന്നു. മുസ്ലിം ലീഗ് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൈകാര്യം ചെയ്തിരുന്ന അതേ വകുപ്പുകൾ തന്നെ വേണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ വകുപ്പുകൾക്ക് മുസ്ലിം ലീഗിന് കൊടുക്കുന്നതിനോട് നേതൃത്വത്തിന്, അതായത് കോൺഗ്രസ് നേതൃത്വത്തിന് എതിർപ്പുമില്ല. മുസ്ലിം ലീഗ് അന്ന് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന ആ വകുപ്പുകൾ തന്നെ, അന്ന് കൊടുത്തിട്ടുള്ള വകുപ്പുകൾ തന്നെ മുസ്ലിം ലീഗിന് കൊടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിസ്ഥാനങ്ങളാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയുമായിട്ട് കാര്യങ്ങൾ ഒതുങ്ങിയിട്ടുണ്ട്. ആ ഫോർമുലയ്ക്ക് ജോസഫ് വിഭാഗം വഴങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ജോസഫ് ഗ്രൂപ്പിന് ജലവിഭവ വകുപ്പാണ് നിലവിൽ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. RSPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷിബു ബേബി ജോൺ ജലവിഭവ വകുപ്പിനായിട്ട് അവകാശം ഉന്നയിച്ചിരുന്നെങ്കിലും ജോസഫ് വിഭാഗത്തിന് അത് നൽകിയതോടെ അദ്ദേഹത്തിന് ഏത് വകുപ്പ് ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ചെറിയ പൊട്ടലും ചീറ്റലും തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ മര്യാദയ്ക്ക് തന്നെ പോകുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷം. ഏതായാലും മുമ്പ് കൈകാര്യം ചെയ്ത തൊഴിൽ വകുപ്പ് വേണ്ട എന്നാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. പകരം ടൂറിസമോ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പോ ലഭിച്ചേക്കുമെന്നും പറയുന്നുണ്ട്. അതായത് വകുപ്പ് മാറ്റങ്ങൾ അന്തിമമായി ഒരുപക്ഷെ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 3 MLA-മാരുള്ള RSPക്ക് പയ്യന്നൂരിൽ നിന്ന് ജയിച്ച B കുഞ്ഞികൃഷ്ണന്റെ പിന്തുണ കൂടിയുണ്ട്. വയനാട്ടിൽ നിന്നുള്ള IC ബാലകൃഷ്ണൻ, T സിദ്ദീഖ് എന്നിവരുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും 10 ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി തീരുമാനിച്ച് ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ മുൻകാലത്തുള്ളതുപോലെയുള്ള ഒരു വലിയ ഒരു വിഷയം ഉണ്ട് എന്ന് തോന്നുന്നില്ല. നാളെ തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനമാകും. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ വകുപ്പുകളുടെ തർക്കങ്ങളുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കും. ഗവർണറെ കാണാൻ വി ഡി സതീശൻ പോകുന്നുണ്ട്, ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുമെന്ന് കരുതാം. ഗതാഗത വകുപ്പിലാണ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ചില വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടത് ഉള്ളത്. വനിതകൾക്ക്, സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം മറന്നിട്ടുണ്ടാവില്ല. അത് പക്ഷേ എല്ലാ KSRTC ബസ്സുകളിലും കൊടുക്കാൻ കഴിയില്ല. തമിഴ്നാട്ടിലും അങ്ങനെ കൊടുക്കുന്നില്ല. ഓർഡിനറി ബസ്സുകളും ടൗൺ ബസ്സുകളും അതിൽ കൊടുക്കാം. ആ 2 ബസ്സുകളും പിന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെ കരുതുന്നു. Different angles. Don't forget to subscribe and support this channel.